ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്നേ മുതൽ നല്ല നല്ല പരിഷ്കാരങ്ങൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഏതായാലും എല്ലാതും ജനക്ഷേമപരമായ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അതിനെ പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ നിന്നൊക്കെ അതിന് സ്വീകാര്യത അത്ര കണ്ട് ലഭിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് അതിനെ എതിർത്തേ പറ്റൂ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു തിരിച്ചെത്തൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയായിരിക്കും അത്. ഏതായാലും വിജയുടെ നല്ല നല്ല പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് മുഴുവൻ ഇനി AC ബസ്സിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. തമിഴ്നാട് സർക്കാരിൻ്റെതായി ഇനി വാങ്ങുന്ന ബസ്സുകൾ മുഴുവൻ AC ആയിരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് പ്രഖ്യാപിച്ചത്. ഏതായാലും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം AC-യിൽ യാത്ര ചെയ്താൽ പോരാ, തിരഞ്ഞെടുക്കുന്നവരും അതിനർഹരാണ് എന്നുള്ളത് തന്നെയാണ് ആ പ്രസ്താവനയിൽ അത് സൂചിപ്പിക്കുന്നത്. വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാധാരണ ഒരു പ്രസ്താവന നടത്തി അത് അവസാനിപ്പിക്കുന്ന പതിവുകാരനല്ല. അത് ഫോളോ ചെയ്ത് അത് മുഴുവനായും നടപ്പാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ ഈ സമയങ്ങളിൽ കണ്ടുവന്നത്. തീർച്ചയായും അത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഇത്ര വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് അതിന്റെ ചുരുക്കം. കാരണം സാധാരണക്കാർക്ക് ഇനി മുതൽ അങ്ങോട്ട് ഇനി വാങ്ങുന്ന ബസ്സുകൾ മുഴുവൻ AC ആക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അതിൽ വലിയ സാമ്പത്തിക ബാധ്യത ഒക്കെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ബസ്സിന്റെ വില കൂടും എന്നതൊക്കെ തന്നെ, അതൊക്കെ കവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വിജയ് സർക്കാരിനുണ്ട്. അപ്പോൾ അതില് ഏതായാലും അത് തീർച്ചയായും ഈ തീരുമാനം അഭിനന്ദനാർഹം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തമിഴ്നാട് നമ്മുടെ സംസ്ഥാന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന സംസ്ഥാനമാണ്. എങ്കിലും നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരം നല്ല തീരുമാനങ്ങൾ തീർച്ചയായും അത് അഭിനന്ദനാർഹം തന്നെയാണ്. അത് മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കും എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം ഈ പബ്ലിക് AC ബസ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പബ്ലിക് വാഹനങ്ങളിലേക്ക് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനും ഈ ഒരു പദ്ധതി മൂലം സാധിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഓരോരുത്തരും ഒരു വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നതിന് പകരം 55-60 ആൾ കൂടി ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി ഇത് ഈ വിജയുടെ പദ്ധതി ഉപകാരപ്രദമാകും എന്നതും കൂടി ഒരു യാഥാർത്ഥ്യം അതിന്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. കാരണം ബസ്സിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്ന സാധാരണക്കാർക്ക് യാത്ര ചെയ്യുന്ന ബസ്സിൽ AC ഉണ്ട് എന്ന് വെച്ചാൽ ആ ബസ്സിൽ സമാധാനമായി യാത്ര ചെയ്യാൻ സാധിക്കും. ചൂടൊന്നുമില്ല, സമാധാനത്തോടെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ റോഡിൽ അത്രയും തിരക്കും മറ്റ് പുക മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും ഇല്ലാതെയാവും. അപ്പോൾ ഏതായാലും അതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്തരം നല്ല തീരുമാനങ്ങൾ വരുമ്പോൾ തീർച്ചയായും അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്, അതിനെ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് വളരേണ്ടതുണ്ട്. അത് വളരുമ്പോൾ അതുകൊണ്ട് പല നേട്ടങ്ങളും ജനങ്ങളിൽ എത്തും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക്, മീഡിയം ആൾക്കാർക്കും ഒക്കെ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വസ്ഥമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം സർക്കാർ ഒരുക്കുന്നു എന്നുള്ളത് ഒരു അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പോൾ വിജയുടെ ഈ തീരുമാനം തീർച്ചയായും നല്ലൊരു തീരുമാനം തന്നെയാണ്. അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നതാണ്. അതുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുന്നതാണ്. കൂടുതൽ വാഹനങ്ങൾ റോട്ടിൽ നിന്ന് അകറ്റുന്നതും പബ്ലിക് വാഹനം റോട്ടിൽ കൂടുന്നതും ഓരോരുത്തരും ഓരോ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്ന ആ രീതി മാറുന്നതും എല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തും. അത് അടിച്ചേൽപ്പിക്കുകയല്ല,
അത് വഴി കൊണ്ടുവരികയാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോടും നിങ്ങൾ വണ്ടി എടുക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പുറത്തെ അത്ര സൗകര്യം ലഭിക്കുമ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായി തങ്ങളുടെ വണ്ടി അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും ബാക്കിയൊക്കെ പബ്ലിക് വാഹനം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്യും. തീർച്ചയായും അത് നല്ല ഒരു ബുദ്ധിപൂർവമായ ഒരു തീരുമാനം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഈ തമിഴ്നാട് സർക്കാരിന്റെ ഈ നല്ല തീരുമാനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.